നമസ്തേ. നമ്മൾ 3 ഗ്രന്ഥികളെ പറ്റിയിട്ടായിരുന്നല്ലോ പറഞ്ഞത്. മൂന്നാമത്തെ ഗ്രന്ഥിയാണ് രുദ്രഗ്രന്ഥി, അല്ലെങ്കിൽ ആജ്ഞഗ്രന്ഥി എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഓരോ ഗ്രന്ഥികളും ഓരോ തലങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവസാനത്തെ തലമാണ്. നമ്മൾ ഓരോന്നിലും എങ്ങനെ എല്ലാത്തിലും ഓരോ മായകൾ കിടക്കുന്നുണ്ട്. ആ മായകളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതല്ലേ പറഞ്ഞത്. ഇവിടുത്തെ മായ എന്ന് പറയുന്നത് ഞാൻ എന്നൊരു ബോധമാണ്. നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ പവർ യൂസ് ചെയ്യില്ലേ. പവർ എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു ബോധം, എനിക്കിത് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, അങ്ങനെ അല്ലേ. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് അഹങ്കരിക്കും. ഇതാണ് മായ. ഈ അഹങ്കാരത്തിലൂടെ നമ്മൾ കുറേ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയല്ലേ? ഈ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാവും. മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല. അവർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് തിരുത്താനോ ഇല്ലെങ്കിൽ നല്ലതിനൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞത്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ശരി, ഞാൻ ചിന്തിക്കുന്നത് ശരി എന്നുള്ള അഹങ്കാരത്തോടെ നമ്മളെന്ത് ചെയ്യും? പ്രശ്നങ്ങൾ പോയി ചെയ്യണമല്ലേ. ഇത് മാറാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ ഗ്രന്ഥിയിൽ സോളിൻ്റെ ഗ്രോത്താണ്. നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനും നീയും നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പുറത്തേക്ക് അന്വേഷിച്ചിട്ട് എനിക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നടക്കണം. പക്ഷെ അതൊന്നും നമ്മളെ ഇല്ല. ആക്ച്വലി അതൊക്കെ ഒരു മായയാണെന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ പോവുകയാണ്. ഈ മായയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് വെച്ചാൽ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കുക. ആ ശ്രദ്ധയിൽ നിന്ന് തന്നെ നമുക്ക് ശരിയും തെറ്റെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരിക, കമൻറ്റ് വഴി അറിയിക്കുക.